എൻ്റെ ഭഗവാനെ, നാട്ടിലത്തെ ചൂട് സഹിക്കാൻ വയ്യാതെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോൾ ഇവിടെ അതിനേക്കാട്ടിലും വലിയ ചൂട്. ഇതെന്നെയും കൊണ്ടേ പോവൂ. ഞാൻ എന്തൊക്കെ പിച്ചും പയ്യാ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ? ഓക്കെ, ആദ്യം തന്നെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. +2 കാലഘട്ടം കഴിഞ്ഞ് LLB പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് 2 കൊല്ലം എൻട്രൻസ് പഠിച്ച് കേരള എക്സാം എഴുതുന്നതിന് പകരം ഞാൻ ഓൾ ഇന്ത്യ എക്സാം എഴുതി. കൊച്ചിയിലോ അവിടെ എവിടെയോ അഡ്മിഷന് കൊടുക്കാതെ ഒരു വെറൈറ്റിക്ക് വേണ്ടി കേരളത്തിന് പുറത്ത് പോയി പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഇപ്പോഴും അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇനി മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ കോളേജ് തപ്പിപ്പിടിച്ച് ഞാൻ ചെന്നൈയിലെത്തി. ചെന്നൈയിൽ പഠിക്കാൻ വേണ്ടി കെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് ഹോസ്റ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എന്ത് ഭഗവാനെ, നാട്ടിലെ ചൂട് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ 2 ഇരട്ടി ചൂടാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും തമിഴ് കേൾക്കാൻ പറയാനും അറിയാം. പക്ഷേ ഇതൊരുമാതിരി സിനിമ പോലെയൊന്നുമല്ല. കണ്ടിട്ട് തല കറങ്ങുന്നു. ഇവിടെ ഒരു മനുഷ്യനെ എനിക്കറിയില്ല. ഇവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ തപ്പിപ്പിടിച്ച് എൻ്റെ ഹോസ്റ്റലിൽ പോകാമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ വന്ന് കൊണ്ടാക്കിയിട്ട് പോയി. അവരിനി ഇവിടെ നിന്നാൽ ഞാനും അവരും 2 ഇരട്ടിക്കറിയും. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പുറത്താക്കി. ഇനി ഞാനിവിടെ ഒറ്റയ്ക്കാണ്. 5 കൊല്ലം ഞാനിവിടെ എന്ത് തേങ്ങ ചെയ്യുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെയെങ്കിലും നമുക്ക് തപ്പിപ്പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോകാം. കോളേജൊക്കെ സ്റ്റാൻഡേർഡ് കോളേജാണെങ്കിൽ ഈ ഹോസ്റ്റൽ കണ്ടിട്ട് ജാമ്പവാൻ്റെ കാലത്ത് പോലെ ഉണ്ടല്ലോ. ഹോസ്റ്റലും കോളേജും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെയൊക്കെ. നേരത്തെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. 2 ഷെയറിങ്ങാണ് എൻ്റെ റൂം. ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതൊരു പാൻ ഇന്ത്യ കോളേജ് ആയതുകൊണ്ട് വല്ല ആന്ധ്രയോ കന്നഡയൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടു. ഭഗവാനെ, നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നോ എന്തോ. ഇനി അടുത്തൊന്നും വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചിട്ട് പോയ വീട്ടുകാർ എനിക്കൊരു ലോഡ് സാധനങ്ങൾ തന്നിട്ടുണ്ട്. നീ ഇതിന് സാധനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. അത്രയും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ വേഗം പോയി ഫ്രഷായി തിരിച്ചു വന്നു. ഓരോന്നായി അടുക്കി വെക്കാമെന്ന് പറഞ്ഞ് എൻ്റെ പെട്ടി തുറന്നപ്പോഴേക്കും അമ്മയുടെ കോലം. എൻ്റെ റൂമിലെ മറ്റ് പെൺകൊച്ച് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ പേടി ഇനി അന്യഭാഷയിലായിട്ട് അതിൻ്റെ പേരിൽ അടിയുണ്ടാക്കി എനിക്ക് പഠിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവുമോ എന്നാണ് എൻ്റെ അമ്മയുടെ പേടി. കാരണം അതൊരു കാരണമെന്ന് പറഞ്ഞ് ഞാൻ പഠിക്കണത് ഉഴപ്പിയാലോ എന്നുള്ള ടെൻഷൻ. എനിക്ക് വയ്യ. അങ്ങനെ അമ്മയോട് കത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡോറിൽ മുട്ടുന്ന സൗണ്ട് ഞാൻ കേട്ടത്. അമ്മേ, എൻ്റെ മറ്റേ റൂമേറ്റ് വന്നെന്ന് തോന്നി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇതും പറഞ്ഞ് ഞാൻ ഡോറ് തുറന്നതേ ഓർമ്മയുള്ളൂ എനിക്ക്. ഹാവൂ, എൻ്റെ കർത്താവേ, ഒരുപാട് നന്ദിയുണ്ട്. മലയാളിയാണല്ലേ? മലയാളോ? മലയാളിയാ എൻ്റെ സുഹൃത്തെ? ഞാൻ എന്താ ഹിന്ദിയാ പറഞ്ഞേ? അയ്യോ, എനിക്കറിയോ, ഞാൻ ഇങ്ങോട്ട് വരുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ റൂമേറ്റ് ഒരു മലയാളി ആവണേന്ന്. ഈ ബാക്കിയുള്ള ഇതൊക്കെ സമയം എടുക്കും നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മലയാളം ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുമല്ലോ. എനിക്കിപ്പോഴാണ് സമാധാനമായത്. ഹായ്, ഞാൻ ദിയ. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. ഇയാളുടെ പേരെന്താ? ഹായ് ദിയ, എൻ്റെ പേര് നയന എന്നാണ്. നീ എന്നെ നിവിന്ന് വിളിച്ചോ? ആവോ, നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കിപ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ.
എനിക്ക് ആക്ച്വലി ഒരു മലയാളി റൂംമേറ്റ് വേണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അതാകുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയറിൻ്റെ പ്രശ്നം വരുമല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും നീയാണല്ലേ ആദ്യം വന്നേ? എപ്പോഴാണ് വന്നേ? വീട്ടുകാരൊക്കെ പോയോ? വീട്ടുകാർ പോയി. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വന്നു. എന്നിട്ട് ഇവിടെ എൻ്റെ അച്ഛൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, അപ്പം ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്തത് ഇന്നലെ. ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞയച്ചു. ഞാൻ എന്നിട്ട് ഹോസ്റ്റലിലേക്ക് വന്നിട്ട് ഇതപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഫ്രഷായി വന്നതേ ഉള്ളൂ. അപ്പോഴാണ് താൻ വന്നത്. ഇയാൾ ഫുഡ് കഴിച്ചായിരുന്നോ? ഞാൻ ഉച്ചയ്ക്ക് അവസാനം കഴിച്ചു. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനിനി എനിക്ക് നൈറ്റ് മെസ്സ് എവിടെയാണെന്ന് അറിയില്ല. നീ നോൺ വെജ് മെസ്സാണോ? ഞാൻ നോൺ വെജാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും നോൺ വെജ് ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് ചോദിക്കാനായിരുന്നു. ഞാനും നോൺ വെജ് മെസ്സാണ്, നമുക്ക് ഒരുമിച്ച് പോവാം. നീ പോയിട്ട് സാധനങ്ങളൊക്കെ നീ കുളിച്ചിട്ട് വന്ന് സാധനങ്ങൾ എടുത്ത് വെച്ചാൽ മതി, കാരണം അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പരിപാടിയല്ലേ. അപ്പോൾ നീ പോയി ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പോവാം, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോഴേക്കും ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ. ഓക്കെ നിവി, ഞാൻ പോയിട്ട് വരാം. നിൻ്റെ അച്ഛൻ്റെ കസിൻ്റെ വീട് എവിടെയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ നീ ഹോസ്റ്റലിൽ നിൽക്കണേ? അവിടെ നിന്നൂടെ? അതെന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും വർക്കിങ്ങാണ്. അങ്കിളും ആൻറ്റിയും രണ്ടുപേരും വർക്കിങ്ങാണ്. പിന്നെ അവരുടെ 2 കുട്ടികൾ രാവിലെ സ്കൂളിലും പോവും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല, പിന്നെ എന്തിനാ പിന്നെ. അപ്പം അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ നിൽക്കുന്നതല്ലേ. അവരെന്നെ ഒരുപാട് വിളിച്ചതാണ് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട്. പിന്നെ ഒരു ബുദ്ധിമുട്ട്, അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയും പറഞ്ഞു ഹോസ്റ്റലാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, അവരെന്നെ ചെയ്തു തരും, അതുകൊണ്ട് പ്രശ്നമില്ല. അത് ശരിയാ. ഇവിടുത്തെ ഫുഡ് ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള പേടി എനിക്കുള്ളൂ. നന്നായിരുന്നു, സന്തോഷമായിരുന്നു. ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ റൂമിൻ്റെ അടുത്ത ലെഫ്റ്റ് വഴിയിലേക്കുള്ള അതല്ലേ വാഷ്റൂം? അതന്നെ വാഷ്റൂം. ഓക്കെ, ഞാൻ വരാം കേട്ടോ. ബൈ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫ്രഷായി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഡിന്നർ ടൈം ആയപ്പോൾ താഴെ മെസ്സിൽ പോയി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് കഴിച്ച് വന്ന് റൂമിലിരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ശരിക്ക് ഒരുപാട് കാലം പരിചയമുള്ള പോലെ തോന്നി. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾക്ക് തിരിച്ചു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു നല്ല ബോണ്ട് ഷെയർ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, അവളുടെ വീട്ടുകാരെ ഞാൻ പരിചയപ്പെട്ടു. എന്ത് സ്വീറ്റായിട്ടുള്ള ഫാമിലിയാണെന്നറിയോ? ആൻറ്റി ആയാലും അങ്കിളായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടുകാർക്കും അതെ. അങ്ങനെ ഞങ്ങൾ നല്ല ക്ലോസായി. നിവി, നിൻ്റെ അവിടെ നിറയെ നല്ല കോളേജുകളുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ചെന്നൈ ചൂസ് ചെയ്യാനുള്ള കാരണം? ഇവിടെയും നല്ല കോളേജുണ്ട്, പക്ഷേ എന്തെങ്കിലും വേറെ കാര്യം ഉണ്ടായിരുന്നോ? നിനക്കിവിടെ പഠിക്കാനൊന്നും നല്ല ആഗ്രഹമായിട്ട് വന്നതാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ കോളേജിനോട് എനിക്ക് പ്രത്യേകതരം ഇഷ്ടമൊന്നുമില്ല. ചെന്നൈയിൽ വരാൻ മോട്ടീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് രണ്ടും ഒരു കാരണമെന്ന് വിചാരിക്കാം. എന്തോന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. നീ എന്തൊക്കെയാ പറയണേ? അതായത് ചെന്നൈയിൽ വരാനുള്ളൊരു കാരണം, ഈ കോളേജ് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ആ 2 കാരണം ഒരു കാരണമാണ്. അങ്ങനെ പറഞ്ഞതാ. അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അത് വിട്. നീ പറ, നീ എന്തുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്? അത് എന്തോ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചോളാം. പിന്നെ എൻ്റെ ഒരു കസൻ ബ്രദർ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഇത് നല്ല കോളേജാണ്, പിന്നെ അവിടെ LLB ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ അന്വേഷിച്ചു. പിന്നെ അവനും ഉണ്ടല്ലോ, ആ ഒരു സമാധാനത്തിൽ എന്നെ ഇങ്ങോട്ട് അയച്ചു. അത്ര തന്നെ, വേറെ എനിക്ക് മോട്ടീവും കുന്ത്രണ്ടൊന്നുമില്ല. അവൻ കാരണം ഇങ്ങോട്ട് വന്നതാ. LLB തന്നെയാണോ? അല്ല, അവൻ LLB അല്ല, അവൻ എൻജിനീയറിംഗ് 4th ഇയറാണ്. എൻജിനീയറിംഗ് ആണോ? അതെ, എൻജിനീയറിംഗ്. എന്തേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ ശരി, നമുക്ക് ഉറങ്ങാം. കാരണം രാവിലെ ഓറിയൻറ്റേഷൻ ഉള്ളല്ലേ. ഇനിയിപ്പോൾ അതെന്ത് കുന്ത്രണ്ടാണോ എന്തോ.
രാവിലെ ഇപ്പം തന്നെ രാത്രി 2 മണിയായി. നമുക്ക് എപ്പോഴും ഓറിയൻറ്റേഷൻ്റെ സമയം ഓർമ്മയുണ്ടോ നിനക്ക്? ഓറിയൻറ്റേഷനോ? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 9 മണിയാണോ? 9 to 11. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും 9 മണിക്കാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഏതോ ഒരു ഗാന്ധി ഓഡിറ്റോറിയമോ അങ്ങനെ എന്തോ കേട്ടെ. നോക്കാം. അത് കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ പാടുപെടും. ഈ കോളേജിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നുമല്ല. ഞാൻ വരുമ്പോൾ തന്നെ പെട്ടതായി ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാം എന്തായാലും. ഇപ്പം എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങൾ രാവിലെ, എനിക്കാണെങ്കിൽ ഇത്തിരി വൈകിയെങ്കിലും ഒരുവിധം നേരത്തെ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളങ്ങോട്ട് പോയപ്പോഴേക്കും പ്രോഗ്രാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ടിരുന്ന് പ്രോഗ്രാം കണ്ടു. അയ്യോ പണ്ടാരം, ഇതെന്താ ഇങ്ങനെ? കോളേജ് തുടങ്ങിയില്ല. ഓറിയൻറ്റേഷൻ വെച്ചിട്ടാണ് ഈ കോളേജിനോടുള്ള മതിപ്പ് കൊണ്ടേ അവർ തൊലച്ച്. ആ HOD എനിക്ക് കണ്ടപ്പോൾ തന്നെ പിടിച്ചിട്ടില്ല. അയാളും അയാളുടെ ഒരു സ്വയം പീത്തലും. അയാൾ പറയുന്ന കേട്ടാത്തൊന്നും അയാളാണ് രാത്രിയും പകലും ഇല്ലാതെ ഈ കോളേജ് പിടിച്ച് പൊക്കിയെന്ന്. എനിക്ക് പിടിക്കണില്ല ഇത്. എടി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. നീ വരുന്നോ? എന്നെ ഞാനിവിടെ നിന്ന് ചാടാനൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും പോടാം. പക്ഷേ അവിടെ കുറേ വോളണ്ടിയേഴ്സ് പോലെ ആരൊക്കെയോ തേങ്ങ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നത്. എന്താ ചെയ്യുക? അതൊക്കെ സെറ്റാക്കാം. ആദ്യം ഞാനിവിടെ നിന്ന് വാഷ്റൂം എവിടെയാണെന്ന് ചോദിച്ചിട്ട് പോവാം. അപ്പം ഞാൻ ആദ്യം പോയിട്ട് നീ എൻ്റെ പിന്നാലെ വരണം. എന്നിട്ട് അവർ നിന്നെ തടഞ്ഞു തരാം. നീ പറയണം എൻ്റെ ഫ്രണ്ടിന് ഒരാവശ്യമുണ്ട്, അതിന് കൂടെ പോകാമെന്ന് പറഞ്ഞാൽ മതി. എങ്ങാനും വിട്ടിട്ടില്ലെങ്കിൽ അർജൻറ്റാണ്, ഇപ്പം തന്നെ വരാം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നീ വേഗം വന്നാൽ മതി. ഓക്കെ ഡി, നീ പോണേ. എന്നിട്ട് നീ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ എന്നെ നീ മെസ്സേജ് ചെയ്യോ വിളിക്കോ എന്താണെന്ന് ചെയ്യും. അപ്പം ഞാൻ വേഗം വരാം. ഓക്കെ? എൻ്റെ ഭഗവാൻ, ഇതെന്താ സെൻട്രൽ ജയിലോ? അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയ പാട് എനിക്ക് വയ്യ. ഞാനവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിനക്ക് തല കറക്കുവാണ്. നീ ഒറ്റയ്ക്ക് പോയി അവിടെ എവിടെയെങ്കിലും വീഴുന്നൊക്കെ തമിഴിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ പോയാൽ നമ്മളിവിടെ കുറച്ച് പാടുപെടും. ആണല്ലേ? എനിക്കും തോന്നി. നമുക്ക് അങ്ങോട്ടെങ്കിലും മാറിക്കാം. ക്യാൻറ്റീനിലോ അവിടെ എവിടെയെങ്കിലും പോവാം. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? ഞാൻ വേണേൽ പോയി വാങ്ങിയിട്ട് വരാം. അതാകുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ചങ്ങോട്ട് മാറി ഇന്ന് സ്ഥിരമായിട്ട് കഴിക്കാമല്ലോ, അവരൊക്കെ കാണുന്നതിന് മുമ്പ്. എന്താ വേണ്ടത് എനിക്ക്? എനിക്കെന്തായാലും മതി. നീ വാങ്ങുന്നതിനെ വാങ്ങിച്ചോ. ഞാൻ അങ്ങോട്ട് കേട്ടോ. ഞാൻ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. മറ്റേ പുതിയ പാരൻസും അവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം കോഫി വാങ്ങിച്ചിട്ടുണ്ട്. നീ കോഫി കുടിക്കുന്നല്ലേ ഇന്നലെ പറഞ്ഞു? അപ്പം എനിക്കൊരു കോഫി വാങ്ങിച്ചിട്ടുണ്ട്. മീനു, എന്നിപ്പോൾ ആരാ വിളിച്ചു? ചേട്ടാ, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया।